ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടിസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു സോയ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ എല്ലാം ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. കൂടാതെ ചോറിൻ്റെ കൂടെയും നമുക്ക് ഈ സോയ റോസ്റ്റ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. 1 കപ്പ് സോയ ചങ്ക്സാണ് ഞാനിവിടെ ഒരു പാത്രത്തിലെടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നികക്കെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്നും ആ സോയ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നീട് അത് ഒരു 3-4 പ്രാവശ്യം സാധാ പച്ചവെള്ളത്തിൽ കഴുകി എടുത്ത ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആരംഭിക്കാം. ഞാനെടുത്ത സോയ ചങ്ക്സ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഓരോ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് പേസ്റ്റാക്കി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും ഈ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിനി പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം പോകുന്നവരെ വഴറ്റിയ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയ പൊടി ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം ഈ സോയയിൽ പിടിക്കാൻ വേണ്ടി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരക പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടിയുടെ അളവും അതുപോലെ പച്ചമുളകിൻ്റെ അളവും എല്ലാം കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സോയയിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് തിളച്ച വെള്ളം, അതായത് ഒരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഏകദേശം ഒരു 8-10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമെല്ലാം കൂടെ ഒന്ന് വറ്റി ആ സോയ നന്നായിട്ടൊന്ന് വെന്ത് വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. സോയയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വേണമെന്നില്ല, അതിൽ കുറവ് തേങ്ങാപ്പാലായാലും മതി. നല്ല കട്ടി തേങ്ങാപ്പാലായാൽ ഇതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കാപ്സിക്കം അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ചില്ല ആ തക്കാളിയുടെ ബാക്കി കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ തൂവിക്കൊടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ സോയയെല്ലാം ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് കുരുമുളക് പൊടി ഇനി വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള സോയ റോസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം നമുക്കിത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഈ സോയ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അവസാനമായിട്ട് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.